ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ഇതിന് മുമ്പെടുത്ത ഒരു ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. നമ്മൾ ഈ പവർ ക്യാപ്സ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റ്സും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓരോ മൈന്യൂട്ട് പോയിന്റ്സും, ഓരോ ചെറിയ ചെറിയ പോയിന്റ്സും, അതായത് ഒരു ഒന്നുമായി കണക്ട് ചെയ്ത് ഞാൻ വേറൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും ആ കണക്ട് ചെയ്ത് പറയുന്നത് പോലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് മാത്രമേ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ പഠിക്കാതെ പോരുത്, ഓരോ കാര്യങ്ങളും പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും റിവിഷൻ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പഠിച്ചു എന്ന് മനസ്സിനെ ബോധിപ്പിച്ചാൽ പോരാ, എപ്പോഴും നല്ല രീതിയിൽ ഒരു റിവിഷൻ കൊടുത്തിട്ടുണ്ടാവണം. റിവിഷൻ കൊടുത്ത് പഠിച്ച കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആവണം. പഠിച്ച കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. പഠിച്ച കാര്യം കോൺഫിഡൻസോട് കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും, തലതിരിച്ചു വന്നാലും, ഏത് രീതിയിൽ നിങ്ങൾക്ക് ആ ചോദ്യം വന്നാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പറ്റുന്ന അത്ര റിപ്പീറ്റ് ചെയ്ത് ഇവിടുന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ആവശ്യമില്ലാത്ത കോൺഫിഡൻസും കയറരുത്. പിന്നെയും റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ആ ആഴ്ചയിൽ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യണം. മാസത്തിൽ ഒരു ദിവസം അതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും, ആ മാസം പഠിച്ചതല്ല, അതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമോ 3 ദിവസം എടുത്തിട്ടായാലും ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവിഷൻ ചെയ്യാനായിട്ട് ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങൾ മാറ്റി വെച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്ത ശേഷം പിന്നെ അടുത്ത സെറ്റിലേക്ക് എപ്പോഴും പോയാൽ മതി. ഓക്കെ, കൂടുതൽ പഠിക്കാനാവും നമുക്ക് എപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇനിയും കുറെ പഠിക്കണം എന്നുണ്ടാവും. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. 80% പഠിച്ച ശേഷം അടുത്ത 20%-ാണ് ഓടുന്നതെങ്കിൽ ഈ 80-ലെ 40 നമ്മുടെ പോകും. അതായത് അത് യൂസ്ഫുൾ അല്ലാതാവും. നമുക്കിത് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. എക്സാമിന് ഏത് രീതിയിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നത്രയും റിവിഷൻ ചെയ്യണം. വേറെ എന്തിനൊക്കെ നിങ്ങൾക്ക് മടി ഉണ്ടായാലും, അതായത് ഈ റിവിഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മടി പാടില്ല. നിങ്ങൾ റിവിഷൻ ചെയ്യണം. നിങ്ങൾ എന്തിനാണ് റിവിഷൻ ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ മടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് ഇതെല്ലാം ഒന്ന് പോയി അപ്ലൈ ചെയ്യാണ്ട് ഒരു ദിവസം ഞാൻ ഇതെല്ലാം ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഇതിന്റെ ഒരു അവസാനം ഉണ്ടല്ലോ, ഇതിനൊരു എക്സാം ഉണ്ടല്ലോ. ഈ എക്സാമിന് ഇത് ഞാൻ പോയി അപ്ലൈ ചെയ്യണമെങ്കിൽ, കോൺഫിഡൻസോട് കൂടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കണം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിവിഷൻ ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ഞാൻ പലതരം മെത്തേഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് റിവിഷന്. നിങ്ങൾക്ക് കേട്ട് പഠിച്ച് റിവിഷൻ ചെയ്യുക. അതായത് ഒരു വട്ടം കേട്ട കാര്യം തന്നെ പിന്നെയും 2x സ്പീഡിലൊക്കെ നിങ്ങൾക്ക് കേട്ട് റിവിഷൻ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് വായിച്ച് റിവിഷൻ ചെയ്യുക. ഇനി അതൊന്നും അല്ലെങ്കിൽ വായിക്കാനോ കേൾക്കാനോ ഒന്നും സമയമല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുക. മനസ്സിൽ റിവിഷൻ ചെയ്യുമ്പോൾ അടുത്തൊരു ബുക്ക് നിങ്ങൾ കരുതി വെക്കുക. അതായത് നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വെറുതെ വരും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം ചമ്പാരനാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ ആദ്യത്തെ നിരാഹാരമാണെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഓരോന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ കേരള സന്ദർശന വർഷങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അല്ലെ, 20, 25, 27 ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ എന്തിനാണോ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് വരുന്നത്, അതായത് എവിടെയാണോ നിങ്ങൾ നിന്ന് പോകുന്നത് ആ ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അതായത് ഒരു ഓർഡറിൽ തന്നെ കണക്ട് ചെയ്ത് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. പഠിച്ച ഏകദേശം കാര്യങ്ങളുടെ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നമ്മൾ സങ്കരയിനങ്ങൾ പഠിച്ചിട്ടുണ്ട്, നെല്ലിന്റെ സങ്കരയിനം പഠിച്ചിട്ടുണ്ട്, പച്ചമുളകിന്റെ സങ്കരയിനം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പച്ചമുളകിന്റെ ഓർത്ത് വെക്കുമ്പോൾ ഉജ്ജ്വല, ജ്വാലമുഖി, ജ്വാല, അനുഗ്രഹ എന്നതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ നമുക്ക് ആലോചിക്കും അക്ഷയ അപ്പൊ ഏതിന്റെയാണ്? അഥവാ അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത്, അതായത് കിട്ടുന്നില്ലെങ്കിൽ അതവിടെ മാർക്ക് ചെയ്ത് വെക്കുക. എന്തിന്റെ? തക്കാളിയുടെ സങ്കരയിനം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ അക്ഷയ എന്ന സങ്കരയിനം ഏതിൻ്റെതാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ എന്താണോ അത് നിങ്ങളുടേതായ രീതിയിൽ അക്ഷയാന്ന് മാത്രം മാർക്ക് ചെയ്ത് വെച്ചാലും മതി. എന്താണ് സംഭവം കിട്ടാത്തത് നിങ്ങൾക്ക് അറിയും. അപ്പൊ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് നിങ്ങൾ എവിടെയാണോ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലൊക്കെ പോയിട്ട് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ എപ്പോഴും റിവിഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. ജസ്റ്റ് പഠിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധിപ്പിച്ചാൽ പോരാ, അത് പിന്നീട് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തോന്നും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, അത് നല്ല തന്നെയാണ്. പക്ഷേ പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആവാതെ, പഠിച്ച കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ സജ്ജരാവാതെ നിങ്ങൾ അടുത്തതിലേക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചോദ്യം ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിന് പറ്റുന്ന അത്രയും രീതിയിൽ, പറ്റുന്ന രീതികളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ റിവിഷൻ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാവില്ല, അങ്ങനെ പല കാരണങ്ങളും എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വരും. ഈ കാരണങ്ങൾ വെറുതെ നമ്മളെ ബോധിപ്പിക്കാനാണ്. അപ്പൊ കാരണങ്ങളൊക്കെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. അപ്പൊ സൊല്യൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഏതൊരു ഫോൾട്ട് വരുമ്പോഴും, അതായത് ഏതൊരു തടസ്സം വരുമ്പോഴും അതിനുള്ള സൊല്യൂഷൻ വേഗം മനസ്സിലാലോചിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് സൊല്യൂഷൻ. നിങ്ങൾ വെറുതെ
മുട്ടുന്യായം പറയുന്നതല്ലേ. അതായത് എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് റിവിഷൻ ചെയ്യാനൊന്നും സമയം കിട്ടില്ല. റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇരുന്ന് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിന്റെ ഇടയിൽ നിങ്ങൾ ആലോചിച്ചിട്ടായാലും റിവിഷൻ ചെയ്താൽ മതി. മനസ്സിൽ റിമൈൻഡ് ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിൽ കിട്ടാത്ത കാര്യങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് ഈ കിട്ടാത്ത ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഹാപ്പി ആയി തന്നെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ എപ്പോഴും പഠിക്കുക. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, പഠനം നിർത്തരുത്. നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ക്ലാസ് നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ലേ, അപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ കൺസിസ്റ്റൻസി എവിടെ നിന്ന് പോയിട്ടില്ല. അപ്പൊ പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്ന അത്ര ഇത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അത് അത്രയും നന്നായിരിക്കും. ഓക്കെ, കൂടുതൽ ആളുകൾ പഠിച്ചാൽ, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേറെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള സഹായം ദൈവം എന്തായാലും ചെയ്യും. നിങ്ങൾക്കും അത് പ്രകൃതിയുടെ ഒരു റൂളാണ്. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. ഓക്കെ, അപ്പോൾ പറ്റുന്നത്ര ആളുകൾക്ക്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും പഠിക്കാൻ ഇത് ഇഷ്ടമാണെങ്കിൽ അവരും ഈ രീതിയിൽ തന്നെ പഠിച്ചു പോട്ടെ. പിന്നെ വാട്സപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇനി അധിക ദിവസം ഉണ്ടാവില്ല, എന്തായാലും ബാച്ച് ഓൺ ആയിരിക്കില്ല. ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ഉള്ള ക്ലാസ് എന്തായാലും കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് എന്തായാലും ഇനി ജോയിൻ ചെയ്യേണ്ടി വരില്ല. ഈ ക്ലാസ് കൂടെയാണ് ഞാൻ അത് പറയുള്ളൂ. അപ്പോൾ വാട്സപ്പ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ LGS ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം. അപ്പോൾ അധികം ഒന്നും പറയാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ പഠിക്കാണ്ട്. ഗാന്ധിജി എത്ര തവണയാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്, നമുക്ക് ആദ്യം അതൊന്ന് പഠിച്ചു പോവാം. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 1920, 25, 27, 34, 37. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1920, 25, 27, 34, 37. അപ്പൊ 1920 പിന്നെ 25 ആണ്, പിന്നെ 27 ആണ്, പിന്നെ 34, 37. 1920, 25, 27, 34, 37. 1920 പിന്നെ 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ഡേറ്റും പിന്നെ എന്തിനാണ് വന്നതെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാം. 1920, അതായത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് വർഷത്തിലാണെന്നൊക്കെ ചോദ്യം വന്നാൽ അത് 1920 ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായാണ്. ഓക്കെ, ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് എന്തിനെത്തിയത്? ഗാന്ധിജി ആദ്യം എവിടെ എത്തിയിട്ടുള്ളത്? കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് ആദ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920. ഈ വർഷം പഠിച്ചു വെച്ചോ. 1920 ഓഗസ്റ്റ് 18. അപ്പൊ എപ്പോഴാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് ഒറ്റൊരു ചോദ്യം വന്ന എന്താണ് ഉത്തരം? 1920. ഇവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരും. ചിലപ്പോൾ ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്ത സംഭവം എന്ന് ചിലപ്പോൾ ചോദ്യം വരും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശന വർഷങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരും. അപ്പൊ ചോദ്യം ഏതൊക്കെ രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നൊരു ചോദ്യം വരും, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് വർഷമാണ്? അല്ലെങ്കിൽ ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ഏത്? അല്ലെങ്കിൽ ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ഏതെന്നൊക്കെ ചോദ്യം വരും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാ. അപ്പൊ 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. എപ്പോഴാണ്? 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18. ഓക്കെ, 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. എന്താണ് കാരണം? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ചത്. ഓക്കെ, ഇനി മാർച്ച് 8 1925. ഞാൻ പറഞ്ഞു രണ്ടാമതായി കേരളം സന്ദർശിച്ചത് 1925 എന്ന് നമ്മൾ പഠിച്ചു. 1925 ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത്. അത് 1925 മാർച്ച് 8 കേട്ടോ. 1925 മാർച്ച് 8. എന്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിനായി. വൈക്കം സത്യാഗ്രഹത്തിന്
പരിഹാരം കാണുന്നതിനായി. നമുക്ക് ചോദ്യം വരും വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്ന് ചോദിച്ചാൽ 1920 പിന്നെ അവിടുന്ന് ചോദ്യം വരാറുണ്ടല്ലോ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് അല്ലെ. ഭാരത കേസരി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി ആദ്യമായ ഒരു സംഭവം നടക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഗാന്ധിജി അതിന്റെ ഒരു പരിഹാരത്തിനായിട്ട് അവിടെ എത്തും. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഓക്കെ, അപ്പൊ 1925 രണ്ടാമതായി കേരളം സന്ദർശിച്ചത്. മാർച്ച് 8 കേട്ടോ. മാർച്ച് 8 1925 മാർച്ച് 8. ആദ്യം ഏത് വർഷമാണ് പഠിച്ചത്? 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18. പിന്നെ 1925 മാർച്ച് 8. എന്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിനായി. ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ആരാന്ന് ചോദിച്ചാൽ ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതായിരുന്നു. എപ്പോഴും ചോദ്യം വരാറുണ്ട്. അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇനി 1927 ഒക്ടോബർ 9 1927 ഒക്ടോബർ 9 ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത്. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. എന്തിനാണ്? തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി 1927 ഓഗസ്റ്റ് 9 കേരളം സന്ദർശിച്ചത്. ഇനി 1934 ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി 1934 ഇതൊരു ചോദ്യം വരും കേട്ടോ. ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എന്ന് ചോദിക്കും. അത് 1934 ജനുവരി 10. 1934 ജനുവരി 10. 1934 ജനുവരി 10. എങ്ങനെയൊക്കെ ചോദ്യം വരുന്നൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. അതായത് ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ച വർഷം ചോദിച്ചാൽ 1920. ഇനി ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിച്ചത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് വെച്ചിട്ട് ഡേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ്? ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18. ഓക്കെ, ഓഗസ്റ്റ് 18 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. ഇനി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ്. എന്താണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്. 1920 ഓഗസ്റ്റ് 18 ആദ്യം എത്തി. പിന്നെ 1925 എപ്പോഴാണ്? 1925 മാർച്ച് 8 രണ്ടാമതായി എത്തിയത്. എന്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിനായി. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ സംഭവം കണക്ട് ചെയ്യാൻ പറ്റും. 1924 തുടങ്ങിയ വൈക്കം സത്യാഗ്രഹം എന്തിനാ? അതിന് പരിഹാരം കാണുന്നതിനായി ഗാന്ധിജി 1925 കേരളം സന്ദർശിക്കുകയാണ് എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടുമല്ലോ, ഇനി മറക്കില്ലല്ലോ. ഓക്കെ, ഇനി ഒക്ടോബർ 9 1927 ഇതും പഠിച്ചു വെച്ചോ. 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് എത്തിയത്. പിന്നെ ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി ഗാന്ധിജി എപ്പോഴാണ് കേരളത്തിൽ എത്തിയതെന്ന് വെച്ചാൽ 1934 ജനുവരി 10. ജനുവരി 10 1934 ജനുവരി 10 ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഇനി 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1937 എത്തിയിട്ടുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936. ഓക്കെ, 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അപ്പൊ ഇതും പഠിച്ചു വെക്കുക. ജനുവരി 12 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഹരിജൻ സേവാ ഫണ്ട് ആണെങ്കിൽ 1934 ജനുവരി 10. അപ്പൊ 10 12 34 10 37 12. ഓക്കെ, അതായത് 1937 വരുമ്പോ ജനുവരി 12 1934 വരുമ്പോ ജനുവരി 10 ഓർത്തു വെക്കാലോ. അപ്പൊ ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എന്ന് ചോദ്യം വരികയാണെങ്കിൽ 1920
20. അവസാനമായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എന്ന് ചോദ്യം വരികയാണെങ്കിൽ 1937. ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് എപ്പോഴെന്ന് ചോദ്യം വരികയാണെങ്കിൽ 1925. താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്ത വർഷം ഏതെന്ന് ചോദ്യം വരികയാണെങ്കിൽ ഏതൊക്കെ വർഷങ്ങളാണ് ഉള്ളതെന്ന് അറിയണ്ടേ? 1920, 25, 27. 1920, 25, 27. പിന്നെ ഏതാണ്? 34, 37. ഓക്കെ, 1920, 25, 27, 34, 37. അതിൽ 20 1920 ഓഗസ്റ്റ് 18 അല്ലേ? 1920 ഓഗസ്റ്റ് 18. ഡേറ്റ് കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. 1920 ഓഗസ്റ്റ് 18 എപ്പോഴാണ്? 1920 ഓഗസ്റ്റ് 18. 1925 ആണെങ്കിൽ അത് മാർച്ച് 8 ആണ് അല്ലെ? മാർച്ച് 8. 1925 മാർച്ച് 8. പിന്നെ ഒക്ടോബർ 9 അതെപ്പോഴാണ്? 1927 ഒക്ടോബർ 9. 1927 ഒക്ടോബർ 9. 1927 ഒക്ടോബർ 9 പിന്നെ 1934 ജനുവരി 10, 1937 ജനുവരി 12. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഡേറ്റുകളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ 1920 ഓഗസ്റ്റ് 18, 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9, 1934 ജനുവരി 10, 1937 ജനുവരി 12. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഏകദേശം കണക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിനായി വന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആദ്യം വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെ? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് ആദ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. രണ്ടാമതായി വന്നത് എന്തിനാണ്? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിനായി. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1924 വൈക്കം സത്യാഗ്രഹം. അതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. മൂന്നാമതായിട്ട് എപ്പോഴാണ്? തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി. അതെപ്പോഴാണ്? 1927 ഒക്ടോബർ 9. 1927 ഒക്ടോബർ 9. പിന്നെ ഹരിജൻ സേവാ ഫണ്ട് അതെപ്പോഴാണ്? 1934 കേട്ടോ. 1934 ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി. പിന്നെ 37 ക്ഷേത്ര പ്രവേശനം. അഥവാ അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എന്ന് ചോദിച്ചാൽ ആദ്യ ഓപ്ഷനിൽ ഏതുണ്ടാവും? 1936 എന്നുണ്ടാവും. 36 ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടില്ല. 1937 അടുത്ത വർഷമാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയത്. ഓക്കെ, അപ്പൊ 1937. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഇനി ചോദ്യം വന്നാൽ തെറ്റില്ലല്ലോ. സെറ്റ് ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ, വർഷങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ മതി. ആദ്യം വന്നത് എന്തിനാണ്? അത് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായിട്ടും അവസാനം വന്നത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലുമാണ്. ഓക്കെ, അത് രണ്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആദ്യം അവസാനം എന്തിനാണ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ആദ്യം വന്ന വർഷം ഏതെന്ന് ചോദിക്കും. അത് 1920 ഡേറ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18. ഇനി അവസാനം വന്ന ഡേറ്റ് ആണെങ്കിൽ 1937 ജനുവരി 12. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1937 ജനുവരി 12. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? പിന്നെ വർഷങ്ങളും ഡേറ്റുകളും ഇപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഒരു വട്ടം കൂടെ പറയട്ടെ. അതായത് 1920 ഓഗസ്റ്റ് 18, 1925 മാർച്ച് 8, 1927 ഒക്ടോബർ 9, 1934 ജനുവരി 10, 1937 ജനുവരി 12. ഇനി എന്റെ കൂടെ എന്ന് പറയോ? 1920 ഓഗസ്റ്റ് 18, 1925 രണ്ടാമതായിട്ട് വന്നത് 1925 മാർച്ച് 8. ഇനി 1927 ഒക്ടോബർ 9. ഓക്കെ, ഇനി 1934 എപ്പോഴാണ്? ജനുവരി 10. 1937 ജനുവരി 12. ഇത്ര കാര്യങ്ങളെ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ കാരണങ്ങളൊക്കെ കിട്ടി. എന്തിനായി വന്നു എന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഭാഗം സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ്. മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങൾ. ഇതിൽ എപ്പോഴും ചോദ്യം വരുന്നത് ഈ സാധനമാണ്. ഓക്കെ, ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം എപ്പോഴാണ്? 1916 നടന്നതാണ്. വേദി എവിടെയാണ്? പാലക്കാടാണ്. 1916 വേദി പാലക്കാടായിരുന്നു. അധ്യക്ഷ ആരാന്ന് ചോദിക്കും. ആരാണ്? ആനി ബസന്റ് ആണ്. ആദ്യം പാലക്കാട് വെച്ച് നടന്ന ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങൾ. മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നടന്നത് എപ്പോഴാണ്? 1916 അപ്പൊ 1916 രാഷ്ട്രീയ സമ്മേളനം നടന്നത്, അതായത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദ്യം വരും. അത് പാലക്കാടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ആദ്യത്തേന്ന് ചോദ്യം വന്നാലും എവിടെയാണ്? പാലക്കാടാണ്. ഒന്നാമത്തെ അല്ലേ? അപ്പൊ 1917 ഒന്നാമത്തെ നടന്നത്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? പാലക്കാടാണ്. അധ്യക്ഷ ചോദിക്കാറുണ്ട്. ആരാണ്? ആനി ബസന്റ് ആണ്. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പൊ ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1916 അത് നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. 1916 നടന്നത് പാലക്കാട് വെച്ചാണ്. അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. അപ്പൊ 1916 ഒന്നാമത്തെ നടന്നത്. അവിടെ അധ്യക്ഷ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ പാലക്കാട് വെച്ചാണ്. ഓക്കെ. രണ്ടാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം എപ്പോഴാണ്? 17 1917 അപ്പൊ 1 16 ആണെങ്കിൽ 2 17 3 18 വർഷങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ 16 തുടങ്ങി. 1916 ഒന്നാമത്തേത് എവിടെ വെച്ചിട്ടായിരുന്നു? പാലക്കാട് വെച്ചിട്ടാണ്. ആരായിരുന്നു അധ്യക്ഷ? ആനി ബസന്റ് ആയിരുന്നു. രണ്ടാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1917 അധ്യക്ഷരാണ് CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യറാണ് അധ്യക്ഷൻ. ഓക്കെ, CP രാമസ്വാമി അയ്യർ. രണ്ടാമത്തേത് ആരാണ്? CP രാമസ്വാമി അയ്യർ. എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചാണ് നടന്നത്. ആദ്യത്തെ പാലക്കാടും രണ്ടാമത്തേത് കോഴിക്കോടും. 1917 ആ ഴ വെച്ച് കണക്ട് ചെയ്താൽ മതി. 17 കോഴിക്കോട്. കോഴി ഇഴ അവിടെ ഴ വെച്ച് കണക്ട് ചെയ്താൽ മതി. അതായത് 17 എന്ന് പറയും. ഈ ഴായും കോഴിക്കോടിന്റെ ഈ ഴായും വെച്ചിട്ടൊന്ന് ജസ്റ്റ് കണക്ഷൻ കൊടുക്കുക. അതായത് പറയുമ്പോൾ രണ്ടിലും ഒരു ഴ ഉണ്ട് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ 1917 നടന്നത് കോഴിക്കോടാണ്. 17 എന്ന് കണ്ട ഡൗട്ട് വരാണ്ടിരിക്കാനാണ്. അപ്പൊ 17 നടന്നത് കോഴിക്കോടാണ്. അധ്യക്ഷനാരാണ്? CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് 1917 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ഓക്കെ, മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, മൂന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, അതായത് മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? 1918 നടന്നത്. എവിടെ വെച്ചിട്ടാണ്? തലശ്ശേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. തലശ്ശേരി. ഓക്കെ, ആസാദ് അലി ഖാൻ ആണ് അധ്യക്ഷൻ. ആസാദ് അലി ഖാൻ. മൂന്നാമത്തെ ആരാണ്? ആസാദ് അലി ഖാൻ. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതാണ് കേട്ടോ. ഓക്കെ, ആനി ബസന്റ് ആണ് ആദ്യത്തതിൽ. അതായത് പാലക്കാട് വെച്ച് നടന്നതിൽ ആരാണ് അധ്യക്ഷൻ? ആനി ബസന്റ് ആണ്. അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. രണ്ടാമത്തേതിൽ CP രാമസ്വാമി അയ്യറാണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഏതു വർഷമാണ് നടന്നത്? 1917 കോഴിക്കോട് വെച്ചിട്ടാണ്. CP രാമസ്വാമി അയ്യറാണ് അധ്യക്ഷൻ. പിന്നെ മൂന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1918 തലശ്ശേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ആണ്. ആരാണ്? ആസാദ് അലി ഖാൻ. ആസാദ് അലി ഖാൻ ആണ് അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ മൂന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1918. വേദി തലശ്ശേരി. അധ്യക്ഷൻ ആരാണ്? ആസാദ് അലി ഖാൻ ആണ്. ആരാണ്? ആസാദ് അലി ഖാൻ. ആനി ബസന്റ് 1916 പാലക്കാട് വെച്ച് നടന്നതിലാണ് ആനി ബസന്റ്. 17 കോഴിക്കോട് വെച്ച് നടന്നതിൽ CP രാമസ്വാമി അയ്യറും 18 തലശ്ശേരി വെച്ച് നടന്നതിൽ ആസാദ് അലി ഖാനുമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരു വട്ടം കൂടെ പറയുമോ? 1916 പാലക്കാട് വെച്ച് നടന്നു. ആരാണ് അധ്യക്ഷൻ? ആനി ബസന്റ് ആണ്. 17 കോഴിക്കോടാണ് CP രാമസ്വാമി അയ്യറാണ്. 18 തലശ്ശേരിയാണ്. ആസാദ് അലി ഖാനാണ് അധ്യക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നാലാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1919 18 കഴിഞ്ഞു. ഇനി 19 നാലാമത്തേത് നടന്നത്. വേദി എവിടെയാണ്? വടകരയിലാണ് കേട്ടോ. വടകരയിലാണ്. അധ്യക്ഷൻ KP രാമൻ മേനോനാണ്. ആരാണ്? KP രാമൻ മേനോൻ. KP രാമൻ മേനോനാണ് അധ്യക്ഷൻ. 1919 നാലാമത്തേത് നടന്നത്. എവിടെ വെച്ചിട്ടാണ്? വടകരയിലാണ് വെച്ച് നടന്നത്. ആരാണ്? KP രാമൻ മേനോനാണ് അധ്യക്ഷൻ. ഇനി അഞ്ചാമത്തേത്, അതായത് അഞ്ചാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 വേദി എവിടെയാണ്? മഞ്ചേരിയിലാണ്. എവിടെയാണ്? മഞ്ചേരി. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. ഇതും പഠിച്ചു വെക്കണം. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. ഒന്ന് കസ്തൂരി രംഗ അയ്യങ്കാറും ചോദിക്കും, ആനി ബസന്റും ചോദിക്കും. അപ്പൊ 1920 അത് അഞ്ചാമത്തേത്. 5 മഞ്ചേരി. 1920 5 മഞ്ചേരി. അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. കസ്തൂരി രംഗ അയ്യങ്കാറാണ് അവസാനത്തേതിന്റെ അധ്യക്ഷൻ. അതായത് 1920 നടന്നതിന്റെ അധ്യക്ഷൻ. ഈ പഠിച്ച അവസാനത്തെ 1920 നടന്നതിന്റെ അധ്യക്ഷൻ ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാറാണ്. അപ്പൊ 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് 5ാം മഞ്ചേരി. ഓക്കെ, 5ാം മഞ്ചേരി 1920 അധ്യക്ഷൻ ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഈ 2 പോയിന്റ്സും, അതായത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ക്ലിയർ അല്ലേ? അതായത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം 5 തവണയാണ്. 1920, 25, 27, 34, 37 ഡേറ്റുകളൊക്കെ ഓർമ്മ ഉണ്ടാവും. 1920 ഓഗസ്റ്റ് 18, 25 മാർച്ച് 8, 27 ഒക്ടോബർ 9, പിന്നെ 1934 ജനുവരി 10, 1937 ജനുവരി 12. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നാമത്തേതിന്റെ ആരാണ്? ആനി ബസന്റ് ആണ്. നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. 1916 രണ്ടാമത്തേത് 1917 നടന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. പിന്നെ 1918 നടന്നത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ആണ്. അടുത്തത് നടന്നത് വടകര.
1919 വടകരയിലാണ് വെച്ച് നടന്നത്. അത് അധ്യക്ഷൻ KP രാമൻ മേനോനാണ്. ഇനി 5 മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. 1920 അധ്യക്ഷൻ ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാർ. അവസാനത്തെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ അവസാനം പഠിക്കേണ്ടത് കസ്തൂരി രംഗ. 1920 നടന്നതിൽ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്നാൽ കസ്തൂരി രംഗ അയ്യങ്കാറാണ്. ഈ 5 ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അടുത്തത് നോക്കാം. കേരളത്തിലെ നവോത്ഥാന നായകർ. കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകരും അവർ ജനിച്ച വർഷവും പിന്നെ അതുപോലെ തന്നെ ജന്മസ്ഥലവും നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ചോദ്യം വരാറുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ് ജനിച്ചത്? കൊല്ലങ്കോടാണ് അല്ലെ. കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് കൊല്ലങ്കോടാണ്. പാലക്കാട് കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ജനിച്ച വർഷം 1852 ഓഗസ്റ്റ് 26-നാണ്. 1852 ഓഗസ്റ്റ് 26-നാണ് ആര് ജനിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. 1852 ഓഗസ്റ്റ് 26 എവിടെയാണ് ജനിച്ചത്? പാലക്കാട് കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. 1952 ഓഗസ്റ്റ് 26-ന് പാലക്കാട് കൊല്ലങ്കോട് ആര് ജനിച്ചു? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. ഇനി ചട്ടമ്പി സ്വാമികളോ? ചട്ടമ്പി സ്വാമികൾ 53-ലാണ്. 1953-ലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. എവിടെയാണ്? ഓഗസ്റ്റ് 25-ന് കണ്ണമ്മൂല. ഓക്കെ, തിരുവനന്തപുരം കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. കൊല്ലൂർ കണ്ണമ്മൂല. കണ്ണമ്മൂല എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കൊല്ലൂർ കണ്ണമ്മൂല എന്ന് പഠിച്ചാൽ കൂടുതൽ അതായത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഒപ്പം പഠിച്ചാൽ മതി. കൊല്ലൂർ കണ്ണമ്മൂല അതായത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയും ഒക്കെയാണ് അല്ലേ പണി. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാലോ. ചട്ടമ്പി സ്വാമികൾ കൊല്ലൂർ കണ്ണമ്മൂല. ഓക്കെ, കൊല്ലൂർ കണ്ണമ്മൂല ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കൂടുതൽ നന്നാവും. ഓക്കെ, കൊല്ലൂർ കണ്ണമ്മൂല എന്ന് പഠിച്ചു വെക്കുക. കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ് ജനിച്ചത്? കൊല്ലങ്കോടാണ് അല്ലെ. കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കൊല്ലൂർ കണ്ണമ്മൂല. ഓക്കെ, കൊല്ലൂർ കണ്ണമ്മൂല. 1853 ഓഗസ്റ്റ് 25 ഓഗസ്റ്റ് 26 1852 53 രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ 1852 ഓഗസ്റ്റ് 26-ന് ആര് ജനിച്ചു? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. എവിടെയാണ്? കൊല്ലങ്കോടാണ് ജനിച്ചത്. ഇനി 1900 ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. 1800 ആണ് കേട്ടോ. 1900 അല്ല. മുമ്പ് എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. 1800 ആണ്. 1852 ഓഗസ്റ്റ് 26-ന് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. 1853 ഓഗസ്റ്റ് 25-ന് ആര് ജനിച്ചു? ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. എവിടെയാണ് ജനിച്ചത്? കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ചട്ടമ്പിമാർക്ക് എന്താണ് പണി? ചട്ടമ്പി എന്നുള്ള പേര് വെച്ച് കണക്ട് ചെയ്യുക. ചട്ടമ്പി. ഈ ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയും ഒക്കെയാണ്. അപ്പോ കൊല്ലൂർ കണ്ണമ്മൂല ഇനി കണക്ട് ആവുമല്ലോ. കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിച്ചത്. 1852 ഓഗസ്റ്റ് 26-നാണ് ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഈ രണ്ടെണ്ണം ക്ലിയർ ആയോ? ക്ലിയർ ആക്കിയിട്ട് മാത്രം നമുക്ക് അടുത്തേക്ക് പോവാം. ഒരു വട്ടം കൂടെ പറയാം. ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ് ജനിച്ചതെന്ന് ഇനി ചോദ്യം വന്നാൽ കൊല്ലങ്കോടാണ് അല്ലെ. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് അറിയപ്പെടുന്നത്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ആലത്തൂരിന്റെ അടുത്താണ് ഈ കൊല്ലങ്കോട്. ഓക്കെ, ആലത്തൂരിന്റെ അടുത്താണ് ഈ കൊല്ലങ്കോട് എന്നുള്ള സ്ഥലം. അപ്പൊ ആലത്തൂർ കൊല്ലങ്കോട് കണക്ട് ചെയ്ത് വെച്ചോ. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പൊ കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ആര് ജനിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. 1852 ഓഗസ്റ്റ് 26-നാണ് അദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്, ചട്ടമ്പി എന്നുള്ള പേര് വെച്ച് കണക്ട് ചെയ്യാലോ. കൊല്ലും കൊലയുമാണ്. അപ്പോ കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. പിന്നെ 1853 ഓഗസ്റ്റ് 25-നാണ് 1853-ലാണ് ആര് ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണത്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ഒരു വട്ടം കൂടെ. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത
വസ്ത്രമില്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ അയ്യപ്പൻ എന്നും അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ചോദിച്ചാൽ കുഞ്ഞൻ പിള്ള എന്നുമാണ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. 1752 ആദ്യം ബ്രഹ്മാനന്ദ ശിവയോഗി ഓഗസ്റ്റ് 26 ജനിച്ചത്. കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികളാണെങ്കിൽ കൊല്ലൂർ കണ്ണമൂല 1753 1753 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കൊല്ലൂർ കണ്ണമൂല. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂല. ഇനി ശ്രീനാരായണ ഗുരു, എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിലാണ് ജനനം. 1856 ഓഗസ്റ്റ് 20 1856 ഓഗസ്റ്റ് 20 ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഓക്കെ, അപ്പൊ 1856 ഓഗസ്റ്റ് 20 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് കേട്ടോ. എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? 1900 എപ്പോഴാണ് ജനിച്ചത്? 1856 ഓഗസ്റ്റ് 20 എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഇനി പറ, ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ് ജനിച്ചത്? കൊല്ലങ്കോടാണ്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കൊല്ലൂർ കണ്ണമൂലയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണമൂല. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഡോക്ടർ പൽപ്പു എവിടെയാണ്? പേട്ടയിലാണ് കേട്ടോ. പൽപ്പു, പേട്ട, പി വെച്ച് കണക്ട് ചെയ്യുക. പൽപ്പു, പൽപ്പുവിന്റെ പിയും പേട്ടയുടെ പിയും. ഓക്കെ, കണക്ട് ചെയ്യാലോ. പൽപ്പു, പേട്ട. അപ്പൊ പി എച്ച് ഉള്ള ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോ ഡോക്ടർ പൽപ്പു ജനിച്ചത് പേട്ടയിലാണ്. പേട്ടയും തിരുവനന്തപുരം ജില്ലയിലാണ്. 1863 നവംബർ 2 ജനിച്ചത്. 1863 ആര് ജനിച്ചത്? ഡോക്ടർ പൽപ്പു ജനിച്ചത്. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 എവിടെയാണ് ജനിച്ചത്? പേട്ടയിലാണ്. പേട്ടയിലാണ് ജനിച്ചത്. ഓക്കെ, പേട്ടയിലാണ് ആര് ജനിച്ചത്? ഡോക്ടർ പൽപ്പു ജനിച്ചത്. 1863 നവംബർ 2 1863 നവംബർ 2 1863 നവംബർ 2 ആര് ജനിച്ചത്? ഡോക്ടർ പൽപ്പു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20 ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു. 1853 ഓഗസ്റ്റ് 25 ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 1852 ഓഗസ്റ്റ് 26 ആര് ജനിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. വർഷങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്ത് പോവാ. അടുത്തത് നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ എവിടെയാണ്? ചേരാനല്ലൂരാണ്. ചേരാനല്ലൂർ. ഓക്കെ, ചേരാനല്ലൂരാണ്. എവിടെ? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് ആര് ജനിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. 1885 മെയ് 24 1885 1885 കേട്ടോ. 1885 നമ്മുടെ INC രൂപീകൃതമായ വർഷത്തിലാണ് ആര് ജനിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. ഓക്കെ, INC കണക്ട് ചെയ്യുക. 1885 മെയ് 24 ആര് ജനിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. ചേരാനല്ലൂരിലാണ് ജനനം. ചേരാനല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ. ഇനി സഹോദരൻ അയ്യപ്പൻ, ഇത് ചോദ്യം വരാറുണ്ട്. ചെറായിലാണ് കേട്ടോ ജനിച്ചത്. ചെറായിലാണ്, എറണാകുളം ജില്ലയിലെ ചെറായിലാണ് ആര് ജനിച്ചത്? സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. 1889 ഓഗസ്റ്റ് 21 1889 ഓഗസ്റ്റ് 21 സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. സഹോദരൻ അയ്യപ്പൻ 1889 ഓഗസ്റ്റ് 21 1889 ഓഗസ്റ്റ് 21. ക്ലിയർ അല്ലേ? 1889 ഓഗസ്റ്റ് 21. ഓക്കെ, ഒരു വട്ടം കൂടെ നമുക്ക് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലങ്കോടാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോടാണ്. ഇതിൽ അയ്യങ്കാളി മാത്രം നമ്മൾ വിട്ടുപോയിട്ടില്ലേ? വിട്ട് കളഞ്ഞതല്ല, നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അയ്യങ്കാളി എവിടെ ജനിച്ചു എന്ന് പലർക്കും അറിയാം. പലതവണ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യവും അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത് എന്നുള്ളത്. അപ്പൊ അയ്യങ്കാളിയുടെ ജന്മസ്ഥലവും ജന്മവർഷവും ദിവസവും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1852 ഓഗസ്റ്റ് 26 1852 ഓഗസ്റ്റ് 26 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിച്ചത്. ഇനി 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ. എവിടെയാണ് ജനിച്ചത്? കൊല്ലൂർ കണ്ണമൂല. കൊല്ലും കൊലയും വെച്ച് കണക്ട് ചെയ്യുക. ചട്ടമ്പി, കൊല്ലും കൊലയും, കൊല്ലൂർ കണ്ണമൂല. ഓക്കെ,
തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ നമുക്കറിയാം ശ്രീനാരായണ ഗുരു എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. ഡോക്ടർ പൽപ്പു എവിടെയാണ്? പേട്ടയിലാണ്. അതിൽ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ഓഗസ്റ്റ് 20. ഇനി ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2. അപ്പൊ പൽപ്പു എവിടെയാണ്? പേട്ടയിലാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. കൊല്ലൂർ കണ്ണമൂലയിൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ ആദ്യം പഠിച്ചത് ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോടാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ പേട്ടയിൽ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഇനി കറുപ്പൻ എവിടെയാണ്? ചേരാനല്ലൂരാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ ചേര. അപ്പൊ ഒരു കറുത്ത ചേര എന്നാലോചിച്ചാൽ മതി. കറുത്ത ചേര എന്നാലോചിക്കാം. ചേര മഞ്ഞ ചേരയാണ് പിന്നെ ഉള്ളത്, നമ്മൾ കറുത്ത ചേര എന്ന് തന്നെ ആലോചിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ചേര കറുത്ത ചേര എന്നാലോചിച്ചാൽ എന്ത് കിട്ടും? കറുപ്പൻ ചേരാനല്ലൂരാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ ചേരാനല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ. എപ്പോഴാണ്? 1885 മെയ് 24. എപ്പോഴാണ്? 1885 മെയ് 24. സഹോദരൻ അയ്യപ്പൻ എവിടെ? ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ ചെറായിലാണ്, എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. ജനിച്ച വർഷം 1889 ഓഗസ്റ്റ് 21. ഓക്കെ. അപ്പൊ ചെറായിൽ ജനിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചേരാനല്ലൂർ, ചേര കറുത്ത ചേര. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പനാണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഡോക്ടർ പൽപ്പു പേട്ടയിലാണ്. പൽപ്പു പേട്ട. ശ്രീനാരായണ ഗുരു എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. പിന്നെ ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾ കൊല്ലൂർ കണ്ണമൂലയിലാണ്. കൊല്ലൂർ കണ്ണമൂല. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോടാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും നവോത്ഥാന നായകന്മാർ, പ്രധാനപ്പെട്ട കുറച്ച് നവോത്ഥാന നായകന്മാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെ ജന്മസ്ഥലവും ജനിച്ച വർഷവും. അതിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരാളുണ്ട്. ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ? മഹാത്മാ അയ്യങ്കാളിയാണ്. അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റും അതൊക്കെ കമന്റ് ചെയ്തോ. പക്ഷെ പ്രധാനമായിട്ടും എന്തൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം? അയ്യങ്കാളി ജനിച്ചത് എവിടെയാണെന്നും ജനിച്ച വർഷവും ദിവസവും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അറിയുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചിരിക്കാതെ അതെന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി വേറെ ആരുടെയൊക്കെ കമന്റ് കണ്ടാലും അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ് ഇവിടെ അറിയിക്കുക. അയ്യങ്കാളി എവിടെയാണ് ജനിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടണം. അയ്യങ്കാളി ജനിച്ച വർഷവും ആ ദിവസവും എവിടെ കിട്ടണം? കമന്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ജസ്റ്റ് കണ്ടു തീർത്താൽ പോരാ, ഞാൻ ഇപ്പോഴും പറയുന്നു, പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് അടക്കം ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇനി നോട്ട്സ് വായിച്ചിട്ടാണെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ റിവിഷൻ ചെയ്യുക. ഓക്കെ. പറ്റുന്ന അത്രയും റിവിഷൻ ചെയ്യുക. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട്. ഓരോ ടോപ്പിക്കുകളായി നമ്മൾ മോക്ക് ടെസ്റ്റുകളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ പഠിക്കുന്ന, അതായത് പവർ ക്യാപ്സ്യൂളിൽ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും മോക്ക് ടെസ്റ്റ് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എവിടെ കിട്ടാന്ന് ചോദിക്കരുത്. മോക്ക് ടെസ്റ്റ് നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ട് മനസ്സിലാക്കുക. ആദ്യം പഠിക്കുക. എപ്പോഴും ആദ്യം നമ്മുടെ പവർ ക്യാപ്സ്യൂൾ കണ്ട് പഠിച്ച ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പൊ പവർ ക്യാപ്സ്യൂൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ ഏതെങ്കിലും നിങ്ങളുടെ മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ 10 ക്ലാസ്സുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ മിസ്സായ ക്ലാസ് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഓരോ മോക്ക് ടെസ്റ്റുകളായിട്ട് അറ്റൻഡ് ചെയ്ത് വരിക. നല്ല രീതിയിൽ പഠിക്കുക. പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് പഠിച്ച് വിട്ടുകളയരുത്. പഠിക്കുക. പഠിക്കുന്നത് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്തത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ വാട്സ്ആപ്പ് ബാച്ചിലുള്ളവർക്ക് സ്റ്റഡി മെത്തേഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ട് ഈ സാധനം ഇപ്പോൾ വാട്സ്ആപ്പ് ബാച്ചിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവും. നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഗുണങ്ങളടക്കം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനിയും വേറെ മെത്തേഡുകൾ നിങ്ങൾക്കായിട്ട് വരും. അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡുകളുണ്ട്. അതായത് എല്ലാവർക്കും പല രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാണ്ടാവുക. പല ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഫോൾട്ട് ഉണ്ടാവുക. ഈ ഫോൾട്ടുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മെത്തേഡുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സാധാ പോലെ എല്ലാവർക്കും ഒരേ രീതിയിൽ ക്ലാസ് എടുത്തു പോവുക, ഒരേപോലെ ആളുകൾ ക്ലാസ് കാണട്ടെ, ഈ രീതിയിൽ വിടരുത്. അതായത് നിങ്ങൾക്കുള്ള ഫോൾട്ട് ഇപ്പോൾ മാറി, അതായത് ഫോൾട്ട് മാറി അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ആവണം. അതിനാണ് ഈ മെത്തേഡുകൾ പറയുന്നത്. അപ്പൊ ഫോൾട്ട് കണ്ടുപിടിക്കുക, ഫോൾട്ട് മാറ്റി അവിടെ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാനും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇനിയും വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സ്ആപ്പ് ബാച്ച് ഇപ്പോൾ അടുത്ത് ഫില്ലാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എടുക്കുമ്പോൾ നമ്മൾ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഇനി നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ അതായത് LGS ഹോട്ട് ടോപ്പിക്സിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസിനായിട്ടും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.